ഇത് കുറച്ച് ചേമ്പാണേ. നമുക്ക് ചേമ്പ് പുഴുങ്ങി കഴിക്കാം. മിച്ചം വരുന്നതുകൊണ്ട് ഒരു കറിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചേമ്പ് ചിരണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പുഴുങ്ങുന്ന. ചേമ്പ് നല്ലപോലെ എടുത്ത് കഴുകാം. കഴുകിയിട്ട് അങ്ങനെ തന്നെ പുഴുങ്ങാം. നല്ലപോലെ മണ്ണ് കഴുകി കളയണം. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ചേമ്പ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കാന്താരി ചമ്മന്തി അരച്ചിട്ടുണ്ട്. മുളക് പൊട്ടിക്കുക എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. കാന്താരി മുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊണ്ട് പൊളിച്ച് കളഞ്ഞിട്ട് കഴിക്കാം. ഉണ്ടോ, ഇങ്ങനെ ഇത് പെട്ടെന്ന് പൊളിഞ്ഞു വരും വെന്തിട്ട് പൊളിച്ചാലേ. അല്ലെങ്കിൽ ചിരണ്ടിക്കൊണ്ടിരുന്നാൽ ഭയങ്കര പാടാണ്, മുഴുവൻ തൊലി പോകത്തുമില്ല. അപ്പോൾ ഇതാണ് നല്ലത് കേട്ടോ. പക്ഷെ നല്ലതുപോലെ കഴുകിയെടുക്കണം. നല്ല മണ്ണ് കാണും ഇതേൽ. മണ്ണെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്ത് നമുക്കിത് കഴിക്കാം. ഞാനിത് കഴിക്കാൻ ആവശ്യമുള്ളത് ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ആ സമയം കൊണ്ടേ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സമയമുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ചേമ്പ് പൊളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പും കാന്താരി മുളകും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചേമ്പ് ഇത് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. കഴിച്ചിട്ട് ബാക്കി വന്ന ചേമ്പ് ഇത് കേട്ടോ. ചെറിയ ചേമ്പുകൾ ആണ്. അപ്പം ഇതും കൊണ്ട് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് സവോള അരിഞ്ഞത്, ഒരു സവോള അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ഇത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളിയെ, പിന്നെ ഒരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുന്നില്ല. അതിനുവേണ്ടി ആവശ്യത്തിന് എരിവിനാവശ്യമുള്ള പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പുളി, ഇതെല്ലാം കൂടി ഒരു ചട്ടിക്കകത്തിട്ടു. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പ് ചേർത്തു. പുളി ഒരു കഷ്ണം എടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് പുളി പിടിക്കും. മീൻകറിക്ക് ഇടുന്ന പോലെ 3-4 കഷ്ണമൊന്നും ഇടണ്ട. ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങായും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ചാറിനരയ്ക്കുന്ന പോലെ അരച്ചെടുത്തുകൊണ്ട് വരാവേ. സവോളയും പച്ചമുളകും പുളിയൊക്കെ വേഗം വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേമ്പ് ഒന്ന് പൊളിച്ചെടുക്കാം. ചേമ്പെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം വെച്ച് ഒന്ന് തുറന്ന് നോക്കാം. ഒരിച്ചിരി നേരം കൂട്ടിയിരുന്ന് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടി തിളച്ചു. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേമ്പ് കഷ്ണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം മൂടി വെക്കാം. ചേമ്പിലും ഈ പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഞാൻ ചേമ്പ് അതിനകത്തോട്ട് മുഴത്തോടെ അങ്ങിട്ട് ഒരു ചെറിയ കഷ്ണമാക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നി. അത് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. കുഴപ്പമില്ല. ചെറിയ ചേമ്പായിരുന്നു നമ്മൾ ഏറ്റവും ചെറുതായിരുന്നു എടുത്തിരുന്നത്. അതിൻ്റെ അകത്തു നിന്നുള്ള ഏറ്റവും വലുത് നമുക്കിന്ന് ഉടച്ചു കൊടുക്കും. ഉടയ്ക്കണ്ട, തവി കൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിടാം രണ്ടായിട്ട്. അപ്പോൾ ഇച്ചിരി നേരം അതവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. മൂടി വെക്കാവേ. ഇപ്പോൾ ചേമ്പൊക്കെ ഇട്ട് കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. തേങ്ങയും മഞ്ഞളും മല്ലിയും കൂടെ, മല്ലിപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ അരച്ച് വെച്ചത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അധികം തിളച്ചൊന്നും പോകണ്ട. ഒരു ചെറിയ തിള വന്നാൽ മതി. തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് തിള വരുമ്പം ഓഫ് ചെയ്യാവേ. കറി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഞാൻ പൊട്ടിക്കാറില്ല. കടുക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ കടുകും പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇച്ചിരി നേരം മൂടി വെച്ചിട്ട് തുറന്ന് ഇളക്കി ഉപയോഗിക്കാം. ചേമ്പ് കറി ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കത് കൂട്ടി ചോറുണ്ണാം. എങ്ങനെയുണ്ട്? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.